ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണയായി നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്നത് പലർക്കും ഇഷ്ടമാണ്. പിന്നെ പുഡിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഐസ്ക്രീംസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരു പ്രത്യേക സ്നേഹമാണ്. കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ആ കാര്യത്തിൽ കുറച്ച് മുൻപിലാണ്. ചില പുരുഷന്മാർക്കും ഇഷ്ടമാണ് മധുരം കഴിക്കുന്നത്, പ്രത്യേകിച്ച് തണുപ്പിച്ച് കഴിക്കുന്ന മധുരം. ഈ തണുപ്പിച്ച് കഴിക്കുന്നത് സാധാരണ മധുരം എന്ന് പറയുന്ന ഐസ്ക്രീം അല്ലെങ്കിൽ പുഡിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് എന്താണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. പുഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് മലയാളികൾക്ക്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇപ്പോൾ പുഡിങ്ങെല്ലാം. ഇതെല്ലാം പണ്ട് പുറത്തുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന പുഡിങ്സൊക്കെ വിദേശികളുടെ ഐറ്റംസ് ആയിരുന്നു. നമുക്ക് നാടൻ രീതിയിലുള്ള ഡെസേർട്ട് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് പരിഷ്കൃതമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിൽ വിശേഷ അവസരങ്ങളൊക്കെ വന്നാൽ, അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടമ്മയ്ക്ക് പലതരം പുഡിങ്സൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കുക എന്നുള്ളതും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായൊരു പുഡിങ് ഇത് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ പുഡിങ്ങാണ്. ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ, ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ്. ഇതിൽ ചോക്ലേറ്റ് ക്രീമുണ്ട്, ബനാനയുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഒരു പുഡിങ്ങിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത് അത് കാണണ്ടേ? അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു ഇത് ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് ക്രീമിന് വേണ്ട ചേരുവകൾ: ഡാർക്ക് കുക്കിംഗ് ചോക്ലേറ്റ് 100 ഗ്രാം, പശുവിൻ പാൽ 1/2 കപ്പ്, ഫ്രഷ് ക്രീം 2 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ് ആവശ്യമെങ്കിൽ. ഇനി സോക്കിംഗ് ക്രീമിന് വേണ്ട ചേരുവകൾ: മിൽക്ക് മെയ്ഡ് 1/2 കപ്പ്, പശുവിൻ പാൽ 1/2 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: സ്പോഞ്ച് കേക്ക് 1/2 കിലോ, റോബസ്റ്റ പഴം നന്നായി പഴുത്തത് 6 വലുത്, ചോക്ലേറ്റ് ചിപ്സ് 50 ഗ്രാം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ക്രീം തയ്യാറാക്കുകയാണ്. വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കൂടുതൽ നല്ലത്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ചോക്ലേറ്റിനെ കാട്ടി കുറച്ചുകൂടി കടുപ്പം ഉള്ളൊരു ചോക്ലേറ്റാണ്. നിറവും വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ ഇരുണ്ട കളറായിരിക്കും ഡാർക്ക്. അതിന് മറ്റേൻ്റെ അത്രയും മധുരം ഉണ്ടാവില്ല. കുറച്ചുകൂടി സ്വീറ്റാണ് സാധാരണ ചോക്ലേറ്റ്. ഇത് കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് ചോക്ലേറ്റാണ്. കട്ടി മീൻസ് ആ ഒരു മധുരം അത്രയില്ല, കുറച്ചുകൂടെ ഒരു ബിറ്ററായിരിക്കും. പിന്നെ ഇത് നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് ആദ്യം അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം, ഇതിലേക്ക് ഈ ഒരു 100 ഗ്രാം ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. ഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊന്ന് ഉരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ്. അതും ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഏകദേശം 1/2 കപ്പ് ഇത് ഉരുക്കാനായിട്ട് വയ്ക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിയുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും, നന്നായിട്ട് മെൽറ്റാകും. ഇതൊരു പേസ്റ്റ് പോലെ ആയി വരും. അതാണ് ആദ്യത്തെ കാര്യം. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. ഇതൊന്ന് തിളയ്ക്കണം എന്ന് നിർബന്ധമില്ല, ഒന്ന് മെൽറ്റായാൽ മതി. തീ വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആയി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റാണിത് ഉരുക്കിയെടുത്തിരിക്കുക. അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് പാൽ തന്നെ വേണമെന്നില്ല, ഒരു 1/4 കപ്പ് പാലിൽ വേണമെങ്കിലും ചെയ്യാം. ചോക്ലേറ്റ് റെഡി. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി കളർ കിട്ടും. പിന്നെ ഇതിന് മധുരം കുറച്ച് കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇച്ചിരി കൂടെ സ്വീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ ഓപ്ഷണൽ എന്ന് പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഇത് ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത ആ ഒരു സ്റ്റേജിൽ ചേർക്കാം. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് അലിഞ്ഞ് കിട്ടും. അല്പം ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്രീം ഒരു 2 കപ്പ് എടുത്ത് റെഡിയാക്കി വയ്ക്കുക. ഇത് രണ്ടും കൂടി യോജിപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ ചോക്ലേറ്റ് നമ്മൾ ഉരുക്കിയെടുത്തത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മധുരം കുറവാണ് ശരിക്കും, ഈ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട്. അപ്പം ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ തന്നെ ചെയ്യാം, പഞ്ചസാര ചേർക്കണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, അത് ഇനി ഈ സ്റ്റേജിൽ ചേർത്താലും മതി. കാര്യം എന്താ വെച്ചാൽ പൊടിച്ച പഞ്ചസാരയല്ലേ, പെട്ടെന്ന് അലിയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേർത്താലും മതിയാവും. അപ്പോൾ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തു. 1/4 കപ്പാണ് ചേർത്തത്. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്വീറ്റ് ആയി വരും. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ക്രീം, 2 കപ്പ് ഫ്രഷ് ക്രീം. ആഹാ, ഇങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്ര നേരം അത് ചോക്ലേറ്റ് മാത്രമായിരുന്നു, ഇപ്പോൾ ക്രീം കൂടി ചേർത്തപ്പോൾ ചോക്ലേറ്റ് ക്രീമായിട്ട് മാറി.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ശരിക്കും ഒരു മാബിൾ ഡിഫക്റ്റാണ് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു മാബിൾ ഡിസൈൻ വന്നുകൊണ്ടിരിക്കും. നല്ല ഒരു ക്രീമായിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ, അപ്പോൾ ചോക്ലേറ്റ് ക്രീം റെഡിയാണ്. ഇനി ഒരു കാര്യം ചെയ്യണം. ഇനി നമുക്കൊരു സോക്കിംഗ് ക്രീം വേണം. സോക്കിംഗ് ക്രീം എന്ന് പറയുമ്പോൾ കുതിരാനുള്ള ഒരു ക്രീം, നമ്മുടെ ഈ പുഡിങ്ങിനെ ഒന്ന് സെറ്റാക്കാനായിട്ട്. അതിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഒരു പാത്രത്തിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു അര കപ്പ് മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ വെറുതെ കഴിക്കാൻ എന്താ ടേസ്റ്റ്. ഇപ്പോൾ അതിനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യും. ഇത് ഭയങ്കര മധുരമാണ്. അതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒഴിക്കാം. ഇത് എത്രത്തോളം മധുരം വേണം അതനുസരിച്ചിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ 1.5 കപ്പ് പാൽ അളന്നതാണിത്. അത് കുറേശ്ശെ ഒഴിക്കുകയാണ്. ചെറു ചൂട് പാലാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ നല്ല ഒരു എന്താ പറയണ്ടേ, നല്ല ഒരു റിച്ച് ആയിട്ടുള്ളൊരു പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോക്കിംഗ് ക്രീം. ഇതിന് ഇനി പ്രത്യേകിച്ച് പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ആണല്ലോ, ഇതിലൊരു 1/2 കപ്പ്. അപ്പം ഇതും ഇവിടെ റെഡി. നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു ചെറിയ വാനില ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ സോക്കിംഗ് ക്രീം റെഡി, ചോക്ലേറ്റ് ക്രീം റെഡി. പിന്നെ എന്തൊക്കെയാണ് റെഡി? ഇവിടെ സ്പോഞ്ച് കേക്കും റെഡി. ഇനി വേണ്ടത്, ഇത് ബനാന പുഡിങ്ങും കൂടിയാണ്. ഇപ്പോൾ ബനാന എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത റോബസ്റ്റ പഴം. അത് വലുതാണെങ്കിൽ ഒരു 6 or 7 വേണ്ടി വരും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ പഴമാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ എണ്ണം വേണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെറിയ റൗണ്ടായിട്ട് വട്ടത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഴം പെട്ടെന്ന് കളറ് മാറുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് നാരങ്ങാ നീരും കരുതിയിട്ടുണ്ട്. ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇച്ചിരി നാരങ്ങാ നീര് പുരട്ടി വെച്ചാൽ പെട്ടെന്ന് ഡീകളേർഡ് ആവില്ല. വട്ടത്തിനുള്ള പീസസായിട്ട് മുറിക്കുക. ഒരുപാട് കനമില്ലാത്ത രീതിയിൽ റൗണ്ട് പീസസായിട്ട് മുറിക്കുക. അപ്പോൾ ഇത് മുഴുവനും നമ്മളൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇനി ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി, പുഡിങ് റെഡി. അപ്പോൾ കുക്കിംഗ് ഒന്നും ഇല്ല ഈ പുഡിങ്ങിന്, ഈസിയാണ്. ഒരു ശകലമല്ലേ ഞാൻ അടുപ്പ് കത്തിച്ചോളൂ. എന്തിനാണ്? ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ, ഉരുക്കിയെടുക്കാൻ. അപ്പോൾ ചോക്ലേറ്റ് ക്രീം, സോക്കിംഗ് ക്രീം, പിന്നെ എന്താണ്, കേക്കിൻ്റെ സ്ലൈസസ്, പിന്നെ റോബസ്റ്റ പഴം വട്ടത്തിനരിഞ്ഞത്. അതിൽ ഞാൻ കുറച്ച് ഒരു നാരങ്ങയുടെ നീര് ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ചിപ്സ്, അതും നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസസ്, അതിപ്പം ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല. സാധാരണ ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചാൽ മതി.